ഹലോ ഗൈസ്, ടെക്നോ ഗുരു ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ ആൻഡ്രോയിഡ് ആപ്പ് ട്യൂട്ടോറിയൽ സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ് ഇത്. അപ്പം ഇതിനകത്ത് നമ്മൾ അറിയാൻ പോകുന്നത് ആൻഡ്രോയിഡ് റിസോഴ്സ് ഹൈറാർക്കിയെ കുറിച്ചാണ്. അപ്പം നമ്മൾ കോഡിംഗിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് കോഡിംഗ് എവിടെയൊക്കെ ചെയ്താൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയണമല്ലോ. അപ്പൊ അതിന് നമുക്ക് ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷന്റെ ഒരു ഹൈറാർക്കി എന്തോന്ന് അറിയണം. അപ്പം ഇത് ഒരു നേരത്തെ ചെയ്തു വെച്ചേക്കുന്ന ഒരു ആപ്പാണ്. ഇതിന്റെ റിസോഴ്സ് ഫയൽസിനകത്തായിരിക്കും, ഇതിന്റെ ആപ്പ് ഫയലിനകത്തായിരിക്കും ഞാൻ ഓരോന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ സോ ഇതാണ് സ്റ്റഡി ബഡി ആപ്പ്. ഇതിനകത്ത് 1, 2, 3, 4, 5, 6 പിന്നെ ഇത്രയും ഫയൽസ് ഉണ്ട്. ഇത്രയും ഫയൽസിനെ കുറിച്ച് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യം നമുക്ക് കാണുന്നത് SRC. ഇതെന്ന് വെച്ചാൽ സോഴ്സ് ഫയലിനകത്താണ് നമ്മുടെ ജാവ ഫയൽസ് വരുന്നത്. ഇവിടാണ് നമ്മുടെ ബാക്ക് എൻഡ് ആക്ടിവിറ്റീസ് എല്ലാം കോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സോഴ്സിനകത്താണ് നമ്മുടെ ജാവ ഫയൽസിന്റെ കോഡിംഗ് എല്ലാം വരുന്നത്. സോഴ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫയൽ എന്ന് പറയുന്നത് ജെൻ ഫയൽ. ഇതൊരു ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ഫയലാണ്. ഇവിടെ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ഫയൽ കിടപ്പുണ്ട്, R ഫയൽ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഒരു മോഡിഫിക്കേഷനും ചെയ്യാൻ പാടില്ല. ഇത് ഓട്ടോമാറ്റിക്കലി ചേഞ്ചസ് വരുന്ന ഒരു ഫയലാണ്. ഇവിടെ ചേഞ്ചസ് വരുന്നതെന്ന് വെച്ചാൽ പ്രോബ്ലംസ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാനാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ്. ഇതിനകത്ത് കണ്ടോ android.jar. ഇതിനകത്താണ് നമ്മുടെ ഈ പാക്കേജസ്, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷന്റെ പാക്കേജസ് എല്ലാം കിടക്കുന്നത്. അടുത്ത ഫയൽ എന്ന് പറയുന്നത് അസെറ്റ് ഒരു ബേസിക് ഫയലാണ്. ഇതിനകത്ത് കാര്യമായിട്ട് നമുക്ക് നോക്കാനൊന്നുമില്ല. ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള ഈ കമ്പൈൽ ആവാത്ത കുറച്ച് ഫയൽസ് ഉണ്ട്. അതൊക്കെ ഇടുന്ന ഒരു സ്ഥലമാണ് അസെറ്റ്, ലൈക്ക് സം ടെക്സ്റ്റ് ഫയൽസ്, ഇമേജസ്, ഓഡിയോസ് എക്സെട്ര. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബിൻ ഫയലിനകത്താണ് നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട APK പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിന്റെ ഒരു ഔട്ട്പുട്ട് വരുന്ന ഒരു ഫയലാണ് ഇത്. നെക്സ്റ്റ് ഫയൽ എന്ന് പറയുന്നത് റെസ് ഫയൽ ഒരു ഇമ്പോർട്ടന്റ് ഫയലാണ്. ഇതെന്ന് വെച്ചാൽ റിസോഴ്സ് ആണ്. ഇതിനകത്ത് വേരിയസ് റിസോഴ്സസ് വരും. ഇതിന്റെ റിസോഴ്സസ് എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ആപ്പിൽ യൂസ് ആവുന്ന ഐക്കൺസ്, ഇമേജസ്, പിന്നെ നമ്മുടെ ഈ ആപ്പിന്റെ ഈ ഒരു ലേ ഔട്ട്, ഡിസൈനിന്റെ ഡീറ്റെയിൽസ്, പിന്നെ ഇതിന്റെ ഈ വാല്യൂസ്, ടെക്സ്റ്റ്, ഇതിന്റെ ഈ സ്റ്റൈല്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, കളേഴ്സ്, അങ്ങനത്തെ എല്ലാം ഡീറ്റെയിൽസ് റെസ്റ്റ് ഫയലിനകത്താണ് വരുന്നത്. അപ്പൊ ആദ്യത്തെ ഡ്രോയബിളിനകത്ത് ഇത്രയും ഫോൾഡേഴ്സ് ഉണ്ടോ, ഇതെല്ലാം ഓരോ ഡെൻസിറ്റി ക്വാളിറ്റീസ് ആണ്. അപ്പം ഇതിനകത്താണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് കൊണ്ടിടേണ്ടത്. ഇപ്പൊ ഒരു ആപ്പിന് ഒരു ഇമേജ് വെക്കണം, അപ്പം ഡ്രോയബിൾ എന്ന് പറയുന്ന ഫയലിനകത്താണ് കൊണ്ടിടേണ്ടത്. അത് കഴിഞ്ഞിട്ട് ലേ ഔട്ട് ഫയലിനകത്താണ് നമ്മുടെ ഈ ആപ്പിന്റെ ലേ ഔട്ട് ഡിസൈനിങ്സ് എല്ലാം കിടക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടന്റ് ഫയലാണ്. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് മെന്യൂസ്. നമ്മുടെ ഈ ആപ്പിന് ഇവിടെ ഒരു ടോപ്പ് റൈറ്റിൽ ഒരു 3 ഡോട്ട് ബട്ടൺസ് വെച്ചില്ല, അവിടുത്തെ മെന്യൂസ് എല്ലാം മാനേജ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. വാല്യൂസിനകത്താണ് ഇതിന്റെ ഈ ടെക്സ്റ്റ്, സ്ട്രിങ്സും സ്റ്റൈലും കളേഴ്സും എല്ലാം മാനേജ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഫയൽ. ഇതൊരു ഇമ്പോർട്ടന്റ് ഫയലാണ്. ഇതിനകത്താണ് എസെൻഷ്യൽ ഇൻഫർമേഷൻസ് ലൈക്ക് ആൻഡ്രോയിഡ് ആപ്പിൽ യൂസ് ചെയ്തിരിക്കുന്ന പാക്കേജസ്, വെർഷൻ നമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ്, പിന്നെ വേരിയസ് പെർമിഷൻസ് റിക്വയർഡ് ഫോർ ദി ആപ്പ് ഫീച്ചേഴ്സ്. ആപ്പിന് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സിന്റെ കുറെ പെർമിഷൻസ് സെറ്റ് ചെയ്യുന്ന ഇവിടാണ്. പിന്നെ ബേസിക് സർവീസസ്, ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ്, കണ്ടന്റ് പ്രൊവൈഡേഴ്സ് എക്സെട്ര, ഇതെല്ലാം വരുന്നത് ഈ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഫയലിനകത്താണ്. ഇത് ബേസിക്കലി ഒരു ആപ്പിന്റെ സ്ട്രക്ചറും ഫങ്ഷണാലിറ്റീസും എങ്ങനെയൊക്കെയാണെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫയലാണ് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഫയൽ. അപ്പം ഇതാണ് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആൻഡ്രോയിഡ് റിസോഴ്സ് ഹൈറാർക്കിയിൽ വരുന്ന കുറച്ച് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്. ഇത് അറിഞ്ഞിരുന്നാൽ നമുക്ക് കോഡിംഗ് പോർഷനിലേക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ലൈക്ക് ജാവ ഫയൽസിനകത്ത് നമ്മൾ ബാക്ക് എൻഡ് ചെയ്യും, ലേ ഔട്ട് ഫയൽസിനകത്ത് നമ്മൾ ഫ്രണ്ട് എൻഡ് ഡിസൈനിങ് ചെയ്യും, പിന്നെ മെന്യൂസ്, പിന്നെ സ്റ്റൈല്, ഇമേജസ്. അപ്പം നമുക്ക് ഇതറിഞ്ഞിരുന്നാൽ ഏതൊക്കെ എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കാണും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.